പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ രാത്രിക്കായി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉള്ളതിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് കൂട്ടിവരുത്തിയ ജനത്തിനായിട്ട് സ്തോത്രം. തിരുവെഴുത്തുകൾ ഉള്ളതുപോലെ ഗ്രഹിപ്പാൻ ഇന്ന് രാത്രി കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഞങ്ങൾ ഉയരുവാൻ ഇന്ന് രാത്രി കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ മനോഹരമായ ഈ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for these beautiful moments. മറ്റ് ചടങ്ങുകളൊന്നുമില്ലാതെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം കടക്കുകയാണ്. Without much rituals, we are going to get directly into God's word. യേശു കർത്താവ് 5000-ന് മുകളിൽ അംഗസംഖ്യയുള്ള ജനക്കൂട്ടത്തിൽ പ്രസംഗിച്ചിരുന്ന ആളാണ്. Jesus Christ was one who ministered and he preached to a crowd that was more than 5,000. ഭക്ഷണം വിളമ്പിയ സമയത്താണ് നമുക്ക് അത്രയും ജനമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. It was when the multitude was fed, that's where we get that number from. എന്നാൽ ഞാൻ സുവിശേഷങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കൂടുതൽ സമയം യേശു ചിലവഴിച്ചത് അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിലല്ല. But when I carefully examined the Gospels, I understood that most of the time that Jesus spent was not with the huge multitude. വചനം ഗ്രഹിക്കുന്ന ചെറിയ ഗ്രൂപ്പിന്റെ ഇടയിലാണ് യേശു കൂടുതൽ സമയം ചെലവഴിച്ചത്. Jesus spent much of his time with smaller groups which understood or tried to grasp the word of God. യേശുവിന് ചുറ്റുമുള്ള ജനത്തെ പ്രധാനമായി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. You can divide the people that came to Jesus into two. ഒന്ന് പുരുഷാരം, രണ്ട് ശിഷ്യന്മാർ. One, the multitude or the crowd, and the other one is the disciples. പുരുഷാരത്തിൽ നിന്ന് വചനം സ്വീകരിച്ച് മുന്നോട്ട് വന്നവരാണ് ശിഷ്യന്മാർ. Disciples are one who came forward out of the multitudes after receiving God's word. അപ്പോൾ അങ്ങനെയുള്ള ശിഷ്യ സമൂഹത്തിന് വേണ്ടി യേശു വളരെ കൂടുതൽ സമയം ചെലവഴിച്ചു. Therefore, for the disciples, for that community, Jesus spent a lot more time. യേശു മനുഷ്യന്റെ ഭൗതിക ആവശ്യങ്ങളിലാണ് ആദ്യം ഇടപെടുന്നത്. Jesus first dealt with the physical needs of men. രോഗിയായ മനുഷ്യനെ കണ്ടാൽ മാനസാന്തരം, സ്നാനം, വേർപാട് ഒന്നും പറയാതെ സൗഖ്യം കൊടുക്കുന്ന ഒരു സ്വഭാവം യേശുവിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. I have only seen this character in Christ. When he sees a sick man, he does not preach to him about salvation, baptism and separation, but rather he heals his sick body. എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. It's hard for me to do that. എന്നാൽ യേശു നമ്മളെക്കാളെല്ലാം കുറച്ചുകൂടെ ലിബറലായിരുന്നു. But we know that Jesus was much more liberal in that sense. എന്നാൽ യേശു പ്രധാനമായി അതല്ല ചെയ്തത്. But that's not what Jesus did. മനുഷ്യൻ എപ്പോഴും പ്രധാനവും അപ്രധാനവും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. Men always have a confusion between what is more important than the other. നമ്മൾ ഈ സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ മാനമേറിയത് ദൈവത്തിന് അറപ്പാവുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. We have read in the scriptures what is honorable before men is of something that God abhors. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ ജ്ഞാനമേറിയതെന്ന് വേറൊരു എഴുതി വെച്ചിട്ടുണ്ട്. The scripture says that God's foolishness is wiser than man's wisdom. അപ്പൊ അതെന്നാ ഭോഷത്വമായിരിക്കും? Well, what kind of foolishness is that? അപ്പൊ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ചിന്ത നാം ആഴമായി പഠിക്കേണ്ടതാണ്. So we ought to think and study deeply God's thoughts and God's plans. 38 കൊല്ലം കുളത്തിന്റെ കരയിൽ കിടന്ന ആ പുള്ളിക്കാരനോട് ഒന്നും പറഞ്ഞില്ല, കട്ടിലെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. The paralytic man, 38 years by that pool, he was told to just get up and go home. He was not told anything else. അവൻ പോവുകയും ചെയ്തു. He did. അതൊക്കെ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് അവനെ പള്ളി വെച്ച് കണ്ട ചോദിച്ചു, എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. After a few days, when Jesus saw him in temple, he asked him, "Do you recognize me?" അവനിങ്ങനെ കണ്ണു മിഴിച്ച് നിൽക്കുക. And he's looking at him. കർത്താവിനോട് പറഞ്ഞു, കുഴപ്പമില്ല, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. The Lord told him, "Make sure that you do not sin much so that you would not regret." എന്താ അധികം തിന്മ? What is this sinning much? നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? Do you understand this? 38 കൊല്ലം കിടന്ന കിടപ്പിൽ ഒരു മനുഷ്യൻ കട്ടിലേ കിടക്കുന്നതിനേക്കാൾ വലിയൊരു തിന്മ ഇനി എന്നാ വരാനുള്ളത്? Do you know of something evil that can befall a person more than a person lying in a bed for 38 years? നാട്ടിലൊരു
തമാശ ഇങ്ങനെ പറയാറുണ്ട്. We have a joke back in India. ഒരു സ്ത്രീ പറയുകയാണ് അവരുടെ ഭർത്താവ് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് തല പൊട്ടി മരിച്ചു പോയപ്പോ പുള്ളിക്കാരത്തി പറയുകയാണ് കണ്ണെ കൊള്ളേണ്ടത് പുരിയത്തെ കൊണ്ടെന്ന്. A man, he got up on the tree and he fell down, he died. The woman said that this should have been worse than what it was. അപ്പൊ കണ്ണെ കൊള്ളുക എന്ന് പറയുന്നത് എന്താ? So what does it mean to be harmed more than what was already happened? 38 കൊല്ലം ഒരു മനുഷ്യൻ ഒരു കട്ടിലേക്ക് കിടക്കുന്നതിനേക്കാൾ വലിയ തിന്മ തന്നെ. Can you imagine of a greater evil than a person lying in the bed for 38 years? അവനെ സൗഖ്യമാക്കി എഴുന്നേപ്പിച്ചേച്ച് 3-4 ദിവസം കഴിഞ്ഞ് അവന്റെ തോളെ തട്ടിച്ച് പറയാ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാവം ചെയ്യരുത്. So after raising him up, Jesus is telling him, make sure that you don't sin so that much evil will not befall you. അധികം തിന്മ തന്നെ ഇനി ഒരു 38 കൊല്ലം കൂടെ കിടക്കുവോ? What's going to happen? Is he going to lie down in the bed for 38 more years? ഇതൊക്കെ ആദ്യത്തെ ഒരു കൊല്ലേ ഉള്ളൂ വിഷമം. അത് കഴിയുമ്പോൾ പിന്നെ അത് പരിചയമാവും. The first 1 year is very hard. After that, it's a habit. കർത്താവ് എന്തായിരിക്കും ഉദ്ദേശിച്ചത്? What do you think Jesus was trying to convey? നീ ഇനി ഒരു 150 കൊല്ലം ഈ കട്ടിലേക്ക് കിടക്കുന്നതിനേക്കാളും വലുതാണ് നീ നരകത്തിൽ പോണത്. It is much worse to be in hell than to be lying on this bed for 150 more years. അത് വരാതിരിക്കണേ, പാപം ചെയ്യാതിരിക്കണം. What Jesus was trying to say is that in order to avoid eternal damnation, try to avoid committing sin. സ്വർഗം, നരകം, പാപം ഈ സബ്ജക്റ്റ് ഒന്നും ഇപ്പൊ പ്രസംഗിക്കുന്നേ ഇല്ല. Heaven, hell, sin, people don't preach about these things. കാരണം ആളുകൾക്ക് അത് ഇഷ്ടമല്ല. Because people don't like these things. എൻകറേജ് ചെയ്യുന്ന വല്ലതും പറ സാറേ. They want things that can be encouraging. ഈ വർഷത്തെ ഏറ്റവും നല്ല കാർ നീ ആയിരിക്കും മേടിക്കുന്നത്. Oh, you are going to get a good car this year. ഈ വർഷത്തെ ഏറ്റവും നല്ല വീട് നീ ആയിരിക്കും മേടിക്കുന്നത്. You're going to have the best home. ഈ വർഷം നിന്റെ മക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. This year your children are going to do good in school. ഇതൊക്കെ ടെലിവിഷനിൽ സ്ഥിരം കേൾക്കുന്നത്. This is what we normally hear from televangelists. ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാലമായത്. This is a time and a day where people are more interested on these things. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സുഖാണല്ലോ. Even if you don't get these things, at least you feel good when you hear about these things. നാട്ടിൽ സ്ഥിരം ഒരു പ്രസംഗം കേൾക്കാം, നീ സൈക്കിളിൽ ഞങ്ങളുടെ യോഗത്തിന് വന്നാൽ കാറെ തിരിച്ചു പോകും. In Kerala, this is a very common message that is preached all over the place. If you come riding on a bicycle to our meetings, you will go home on a four-wheeler. ഒരു കണക്കിന് നല്ലതാ, പോസിറ്റീവ് അല്ലേ? കാരണം മനുഷ്യനെ സംബന്ധിച്ച് അതൊക്കെ ഒരു സന്തോഷമാണ്. Don't you think in one way it's good? കേൾക്കുമ്പോൾ ഒരു രസമല്ലേ? One way it's good because it makes people happy, at least to hear it. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. Make sure that you do not commit sin, lest a greater evil befall you. യേശു സൂചിപ്പിച്ചത് നീ വിചാരിച്ചതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തിന്മ. What Jesus was trying to tell him is, it's not what you think about yourself is what evil is all about. എത്ര പേർക്ക് മനസ്സിലായി? Who understands this? ഞാൻ ഒന്നുകൂടെ പറയാം. Let me tell you. മാരകരോഗം, മാറാരോഗം ഒരു മനുഷ്യനെ അടിച്ച് ദീർഘനാളുകളെ കഷ്ടം അനുഭവിക്കുന്നതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ തിന്മ. You need to understand suffering through an incurable disease is not an evil a man can have. ദാരിദ്ര്യം തിന്മയാണ്, പക്ഷെ അതല്ല വലിയ തിന്മ. Poverty might be evil, but that is not a greater evil. രോഗം തിന്മയാണ്, പക്ഷെ അതല്ല വലിയ തിന്മ. Sickness is evil, but it is not a greater evil. നരകമാണ് വലിയ തിന്മ. Greater evil is hell itself. Hallelujah. ഇതാണ് യേശുവിന്റെ പ്രസംഗം. This is what Jesus preached. ഇതാണ് യേശുവിന്റെ പ്രസംഗം. This is the message of Christ. Praise the Lord. Amen. ഇത് കേട്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. We heard this and that's how we got into this. അല്ലെങ്കിൽ നമ്മുടെ അപ്പം വന്നത്, or our parents came, നമ്മുടെ അമ്മ വന്നത്, or a mother came. അങ്ങനെ ഉണ്ടായ ഒരു മാർഗമാണ് ഇത്. This is how this way was formed. നരകത്തിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നിത്യതയ്ക്ക് വേണ്ടി ദൈവശബ്ദം കേട്ടിറങ്ങിയ ഒരു ഗ്രൂപ്പാണിത്. This group is a group of people who separated themselves from a large crowd which was heading towards damnation.
ആ കാലത്ത് ലോകം വേണ്ട എന്നുള്ള പാട്ട് ഒരുപാടുണ്ടായിരുന്നു. At that time we had a lot of songs which said that we don't want to have a part with the world. കഴിഞ്ഞിടയിൽ ഒരു നല്ല പാട്ട് ഇറങ്ങി, ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, അല്ലെങ്കിൽ ചിലര് ലോകത്തിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരു നല്ല പാട്ടുണ്ട്. The other day there was a good song that came out which said that I don't want the world, I don't want the desires of the world. അതിന് ഈ ഡ്രം ഒക്കെ വെച്ച് പാടിയ ആ പാട്ട് നല്ല രസമാണ്. When you use the drum when they sing that song, it sounds very good. ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മാമ്മ ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആ അമ്മാമ്മയുടെ ഭർത്താവ് പറഞ്ഞു നിർത്തിക്കേ. In our church when a mama was singing this song, the husband said, "Stop it." നീ പറയുന്നത് ശരിയാണോ? He asked him, "Is it true what you're singing? സത്യമാണോ? Is this true? ലോകത്തിലൊന്നും വേണ്ടേ? Don't you want anything in the world?" മരുമകള് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തതിന് അന്ന് രാവിലെ വഴക്കുണ്ടാക്കി വെച്ചിരിക്കുക. That particular morning there was a fight in the home because the daughter-in-law turned on the washing machine. കാരണം വാഷിംഗ് മെഷീൻ ചെലവ് കൂടുതൽ, കൈകൊണ്ട് ചെയ്യണം. Because she wanted the daughter-in-law to use her hands rather than using the washing machine. ലോകത്തിലൊന്നും വേണ്ട, പിന്നെ ഇവിടെ പ്രശ്നമുണ്ടോ? If you don't want anything in the world, do you have an issue in the world? താളത്തിനൊത്ത് പാടാൻ സുഖമാ, പക്ഷെ ഇതൊന്നും അർത്ഥം ചിന്തിച്ചു പോയാൽ പിന്നെ പാടാൻ ഒക്കുകയില്ല. It is very easy to sing along with the tune, but when you think about the meaning, it's really hard to sing that song. അതെ, നമ്മൾ പലപ്പോഴും നുണ പറയാറില്ല, നുണ പാടുന്നേ ഉള്ളൂ. It is true, we often don't lie, we sing lies. ലോകം എനിക്ക് വേണ്ടെന്ന് ആരാ പറഞ്ഞേ? Who said that we don't want the world? ആളെ ഒന്ന് കാണണം. I want to see that person. Praise the Lord. Amen. നമ്മൾ ഇതെല്ലാം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ When you really think about these things, ഈ ഒരു ലക്ഷ്യത്തിലാണ് ഈ പാട്ടൊക്കെ എഴുതിയത്. these songs were composed with these things in mind. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ പാട്ടുകളും ഇറങ്ങി. That is why we have a new generation songs also. ന്യൂ ജനറേഷൻ ചർച്ച് വന്നപ്പോൾ ന്യൂ ജനറേഷൻ പാട്ട് വേണം. കാരണം ഈ പഴയ പാട്ടും ഈ പുതിയ സഭയും കൂടെ ഒക്കത്തില്ല. You need to understand, when a new generation church came, we had to compose new generation song because these old songs cannot go along with the with the new generation church. നിങ്ങൾ ലേറ്റസ്റ്റ് ഒരു 50 പാട്ട് നിരത്തി വെച്ച സാധനം ഞാൻ ഈ പറഞ്ഞതായിരിക്കും. If you were to take out the latest 50 songs, you would know what I'm trying to tell you. മുഴുവൻ പ്രോസ്പെരിറ്റി ആയിരിക്കും. All of these things are prosperity. പ്രോസ്പെരിറ്റിയോട് പാസ്റ്റർക്ക് വല്ല എതിരുണ്ടോ? Do you think I am against prosperity? ഒരു എതിരുമില്ല. No, I'm not. പക്ഷേ ലക്ഷ്യം അതാകരുത്. But that should not be our goal. അതെ, നാം ഉയർന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. We have been called for a higher goal. കർത്താവ് അതാണ് പഠിപ്പിച്ചത്. This is what the Lord taught us. അപ്പോൾ കർത്താവിന്റെ വചനങ്ങളെ ആഴത്തിൽ ധ്യാനിക്കുന്ന ഗ്രൂപ്പാണ് പെന്തക്കോസ്തുകാര്. So therefore Pentecostals are a group of people who deeply meditate and understand God's word. ഞാൻ പറഞ്ഞു വന്ന വിഷയം വ്യക്തമാക്കട്ടെ. Let me make this clear. യേശു ക്രൂസൈഡുകൾ നടത്തിയിരുന്നു, രോഗശാന്തി ശുശ്രൂഷ ചെയ്തിരുന്നു, മാനസാന്തരമോ വിശുദ്ധിയോ ഒന്നും പറയാതെ സൗഖ്യം കൊടുത്തിരുന്നു. Did Jesus conduct crusade meetings and enlarged meetings when he just healed the sick without talking about salvation? എന്നാൽ അതിനുശേഷം തന്റെ അടുക്കൽ വരുന്നവർക്ക് താൻ നിത്യതയുടെ വചനം കൊടുത്തിരുന്നു. But after that, people who came to him, Jesus imparted them the ways of eternal life. ആ നിത്യതയുടെ വചനങ്ങൾ ഗ്രഹിക്കാനായിട്ടാണ് നമ്മൾ ഈ മീറ്റിങ്ങുകളിൽ കൂടി വരുന്നത്. We have come to these kind of gatherings to understand and comprehend the eternal word of God. ഒരു പക്ഷേ മുഴുവൻ രോഗവും സൗഖ്യമായില്ലെന്ന് വരും. Perhaps all of your sickness was not healed. മാറിയാലും പിന്നെയും രോഗം വന്നെന്നിരിക്കും. Maybe it was healed and maybe you will have more sickness. എന്നാൽ കർത്താവിനെ അറിയത്തക്കവണ്ണം അടയാളം എന്ന നിലയിൽ അത്ഭുതങ്ങൾ അന്നും ഇന്നും കർത്താവ് ചെയ്യുകയും ചെയ്യും. So that people would know Jesus here and there, now and then. Jesus would do miracles so that he will be revealed. യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിൽ സൂക്ഷിച്ച് പഠിച്ചാൽ അത് കാണാം. If you read the New Testament, do you think that Christ has not done any miracle? പക്ഷേ അടയാളങ്ങളാ ചെയ്തതല്ല. What Jesus did was signs. എന്താ വ്യത്യാസം? What's the difference between signs and miracles? അടയാളം എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ പൂർണ്ണമല്ല. Signs in itself is not complete in itself. അത് മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. Signs point to something else. ഒരു
കുട്ടി ബാഗും പിടിച്ചുകൊണ്ട് ഓടുന്ന പടം കണ്ടാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു സ്കൂൾ ഉണ്ടെന്ന്. If you were to see a sign, a kid running with a school bag, that means there is a school somewhere around here. ആ ബോർഡ് സ്കൂളല്ല. That board is not a school. ആ ബോർഡ് സ്കൂളിലേക്കുള്ള വിരൽ ചൂണ്ടുക. That signpost is not the school, it's a direction towards the school. ഇതുപോലെ യേശു ചെയ്ത പ്രവൃത്തികൾ യേശുവിന്റെ യഥാർത്ഥ പഠിപ്പിക്കലുകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. Likewise, the signs that Jesus did was just pointing towards the true teachings of Christ. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയത് അത്ഭുതമല്ല, അടയാളമാണ്. The water that was turned into wine in the wedding in Cana was not a miracle, it was a sign. അത് എങ്ങോട്ടാ വിരൽ ചൂണ്ടുന്നേ? Where was this sign leading or directing the people to? മനുഷ്യ ജീവിതത്തിന്റെ നിറവും ഗുണവും വിലയും മാറ്റാൻ കഴിവുള്ളവനാണ് യേശു എന്ന ആ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. It was pointing towards a truth that Jesus was the one who was able to bring man to its fullness, to a quality life. മാത്രമല്ല യേശു ആരാണെന്ന് അറിയാൻ ഇതൊരു ചൂണ്ടുപലകയാണ്. In other words, it was an opportunity or a platform to reveal who Jesus was. എന്താണ് നാം പറഞ്ഞു വരുന്ന വിഷയം? What are we trying to convey? നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ. The secrets of the kingdom of God is not easily comprehended by our natural mind. അതെ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വായിച്ചത്. And what we read today is one of the unique or prominent ones. ഒരർത്ഥത്തിൽ ഇന്നലെ പറഞ്ഞതിന്റെ രണ്ടാം ഭാഗം. In other words, this is the second part of what we discussed last night. ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഓർപ്പിക്കാം. Let me remind you what I told you last night. സഭയ്ക്ക് നേരെ ഒരു ഭയങ്കര പ്രതിസന്ധി പ്രശ്നം ഉണ്ടായി. There was a problem that the church faced. ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ആദ്യത്തെ ചില മണിക്കൂറുകൾ, ചില ആഴ്ചകൾ സഭ ഈ വിഷയത്തിൽ വേണ്ടത്ര പ്രതികരിച്ചില്ല, അറിഞ്ഞില്ല. When the church was facing this problem, the first few weeks the church did not respond in the way it should. എന്നാൽ അധികം താമസിക്കാതെ അവർ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിൽ ദൈവിക വിടുതൽ കണ്ടു. But before it was too late, they realized their error and they through prayer received God's deliverance. അതിനകത്ത് അവരെ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചത് അവരുടെ അറിവാണ്. What prompted them to pray was their knowledge. ഞാൻ വിശദീകരിക്കാം. Let me explain. അപ്പോസ്തലപ്രവൃത്തി 12:1 മുതൽ 5 വരെയാണ് സംഭവം. We were talking about Acts chapter 12 verses 1 to 5. യാക്കോബിനെ കൊന്നു, James was beheaded, പത്രോസിനെ അറസ്റ്റ് ചെയ്തു. Peter was arrested. ഈ വാർത്ത സഭ അറിഞ്ഞു. The church knew about this information. ആ അറിവ് അവരെ ഞെട്ടിപ്പിച്ചു. That knowledge startled them. അത് അവരിൽ ഒരു വികാരം ഉണർത്തി. That created a passion or an emotion in them. അത് അവരെ പ്രയർ റൂമിലേക്ക് തള്ളിവിട്ടു. That ushered them into the prayer room. Praise the Lord. Amen. ശ്രദ്ധിച്ചാലും, നന്നായി ശ്രദ്ധിച്ചാലും. Listen carefully. വിഷയത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. The important part of this issue. 8:26 വീണ്ടും വായിച്ചേ. റോമർ 8:26. Now read Romans 8:26. ഇന്ന് നാം ചിന്തിക്കുന്നത് അറിയാവുന്ന വിഷയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അറിയില്ലാത്ത പ്രാർത്ഥന. Today we are discussing about not about things that you know about, but things that you do not know about. അറിയില്ലാത്ത വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you prayed for things that you are not informed about? Praise the Lord. Amen. സ്തോത്രം 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 സ്തോത്രം. ഇത് ഒരു മർമ്മമാണ്. This is a mystery. ഇത് ഗ്രഹിക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കണം. Tonight the Lord need to open our hearts so that we will be able to grasp this. എന്റെ ജ്ഞാനം കൊണ്ട് ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. With my knowledge I cannot reveal this to you. ഇത് പരിശുദ്ധാത്മാവിനെ കൊണ്ടേ പറ്റുള്ളൂ. Only the Holy Spirit can do this. അതുകൊണ്ട് നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു പഠനത്തിന് വേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്നതിനേക്കാൾ ആത്മാവിൽ ഇത് ഗ്രഹിക്കാനുള്ള മനസ്സ്
സമർപ്പണ പ്രാർത്ഥനയോടുകൂടെ അറ്റൻഡ് ചെയ്യണം. Therefore, don't prepare your mind to grasp this knowledge, but prepare yourself so that the Spirit of God will reveal this to you. നിങ്ങളുടെ മതം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ സമുദായം, നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ലെവൽ ഒന്നും ഇപ്പൊ വിഷയമല്ല. Right now, your church, your denomination, your spiritual standard is not an issue. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ മറ്റ് ഇൻഫർമേഷൻസിൽ നിന്ന് പിടികിട്ടാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ പോകുന്നു. Now the Holy Spirit is going to teach us something that we cannot comprehend with our intelligence, with our knowledge that we have. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. Read this again. നമ്മൾ ഈ വചനങ്ങളെ ഡിവൈഡ് ചെയ്ത് മുറിച്ച് ധ്യാനിച്ച് പഠിക്കണം. We have to take the scripture, we have to divide them, and we have to study it. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നുള്ള വാക്യം മാത്രം അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഉഴപ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen people just pull out this first segment of this verse. The സഭായോഗത്തിന് Spirit helps us in our weakness, and they try to do things. സഭായോഗത്തിന് വരാതിരുന്നു വെച്ച് പറയും ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. People don't come to the service and they say that the Spirit helps us in our weakness. യോഗത്തിനിരുന്ന് ഉറങ്ങിച്ച് പറയും ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീന. People sleep in the service and they blame the Spirit. നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഇത്. The scripture is not to use for our whims. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. The Spirit indeed does help us in our weakness. ഏതാണ് ആ ബലഹീനത? What kind of weakness? ഇടയ്ക്കിടയ്ക്ക് നുണ പറയുന്ന ബലഹീനത. Once in a while lying? നോ. No. പിന്നെ ഏതാ ബലഹീനത? Then what kind of weakness? തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്. The next part tells us. വായിച്ചോ. അതാ ബലഹീനത. That weakness, we do not know what we ought to pray for. പ്രാർത്ഥനയിലെ അറിവില്ലായ്മയാണ് ബലഹീനത. Lack of knowledge in prayer is the weakness that the scripture talks about. Praise the Lord. Amen. പ്രാർത്ഥനയിലെ അജ്ഞത, Ignorance in prayer. അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. That's what we are talking about. ഒരു സ്തോത്രം പറഞ്ഞാട്ട് കാര്യങ്ങൾ. Praise God. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കറിയില്ലെന്നാണോ പറഞ്ഞിരിക്കുന്നത്? Does the word says you don't know how you ought to pray for? എന്ന് പറഞ്ഞാട്ടെ. Tell me. നമുക്കെന്നാ? It says us, we. അതിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. So we are relieved by it. പൗലോസിനും അറിയില്ല. Paul also did not know about this. നിങ്ങൾക്കറിയില്ലെന്നാ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിഷമം വന്നേനെ. If he said that you did not know, then that would be kind of uncomfortable. കാരണം നമുക്കറിയാവുന്ന എത്ര അറിയാവുന്ന ഒരു ഉലകത്തിൽ ആരും കാണുകയില്ല. Because we have more knowledge or more information than others. പ്രാർത്ഥിക്കാൻ നമ്മുടെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല സാഹിത്യം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഒരു ഉലകത്തിൽ വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Do you know that I don't think that there are much people in the world that know the way that we pray systematically. എന്നോടൊരു സഹോദരൻ വന്ന് പറഞ്ഞപ്പോൾ എന്റെ പൊന്നു പാസ്റ്റർ ആ സഹോദരൻ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. One brother came up to me and said, I wish I could pray like that brother. കാരണം ആ വാചകഘടന കേട്ടാൽ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന പോലെ തോന്നുന്നു. So when you hear the structure of the sentence, it's as if water is flowing. പക്ഷെ അത് തെറ്റായ ഒരു ചിന്തയാ. Because that's a wrong thinking. പ്രാർത്ഥനയുടെ വാക്കുകളിലൊന്നും അല്ല സംഗതി ഇരിക്കുന്നത്. You need to understand it's not in our words that things are important. ഇതെല്ലാം അജ്ഞതയുടെ ഭാഗങ്ങളാ. These are all part of the ignorance that we are talking about. അജ്ഞത ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പറയാൻ എനിക്ക് ഉണ്ട്. I have noted a lots of ignorance among people in this regard, and I have a lot to say. പ്രാർത്ഥന കഴിഞ്ഞേച്ച് ഒരാൾക്ക് അവനൊന്ന് കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you ever prayed in a way so that it would hurt someone? അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? Have you heard someone pray like that? ആ വ്യക്തി പ്രാർത്ഥിച്ച ഇനി ഏത് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നേ? If that person is going to pray like this, do you think God is going to answer his prayer? പ്രയറിനെ ഇവൻ വളരെ നിസ്സാരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി അവൻ പ്രാർത്ഥിച്ച തമ്പുരാൻ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. He has already abused prayer. Do you think God is going to answer his prayer? പ്രാർത്ഥനയിലെ അജ്ഞത ഭയങ്കര ഒരു വിഷയമാണ്. We need to understand the illiteracy in prayer is a big issue. ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയിൽ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? Have you ever heard people using prayer sentences to please others? ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം എങ്ങനെ അംഗീകരിക്കും? Do you think that God is going to receive that prayer? കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ ആരെയാ കാണുന്നേ? When you close your eyes to pray, who do you see? ചാക്കോച്ചനെ, കുഞ്ഞപ്പനെ, കറിയാച്ചനെ ഒക്കെയാണോ കാണുന്നേ?
Do you see Chakochin, Kunyappan and Skariachin? അകത്തോട്ട് വലിച്ച ശ്വാസം തിരിച്ചു വിടണം വേണ്ടെന്ന് തീരുമാനിക്കാൻ പരമാധികാരമുള്ളതിന്റെ മുമ്പിലാണ് നമ്മൾ അപേക്ഷയായിട്ട് വന്നിരിക്കുന്നത്. We have come with a request to a God, an almighty God, who is able to decide the breath that you have taken in. Are you going to release it outside? പ്രാർത്ഥനയിലെ അജ്ഞത വളരെ ഭയങ്കരമാണ്. We need to understand the ignorance in prayer is much. പണ്ടൊക്കെ മറ്റുള്ളവരെ ഈ വിഷയത്തിൽ പരിഹസിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് സ്വർഗസ്നായ പിതാവേ നിന്റെ നാം വിശദീകരിക്കണമെന്ന് പറഞ്ഞേച്ച് ആ കൂട്ടത്തിൽ എടാ മോനെ അതൊന്നും നോക്കടാ ഇതൊന്നും നോക്കടാ എന്നൊക്കെ പറയുന്നതായിട്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. We have heard about people criticizing the prayer by saying, "Our Father in heaven, hallowed be thy name," and this and that, all the other prayers. പക്ഷെ അതേ സംഭവം വേറൊരു നിലയിൽ നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. But we fail to recognize that we are in error in a different form. ആരോടാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്താ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഐഡിയ ഇല്ലാതെ പോവുക, ഏകാഗ്രത ഇല്ലാതെ പോവുക, ഇത് തന്നെ പ്രശ്നം. Who are you praying? Why are you praying? What are you praying? Sometimes we don't even know what we're praying about. ഞാൻ വളരെ ഞെട്ടലോടെ ഓർക്കുന്ന ഒരു സംഭവം പറയാം. I will tell you something that startled me. തൃശൂർ പട്ടണത്തിൽ ഒരു സ്വതന്ത്ര സുവിശേഷകനുണ്ട്. In Trichure city there is an independent evangelist. ഒറ്റയ്ക്ക് ചോദിച്ചാൽ ഞാൻ പേരും എല്ലാം പറയാം. If you were to come to me personally, I will tell you who it is. അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മാതൃകയുള്ള ഒരു ദൈവദാസനാണ്. This is a man of God who is a good example. He's a blessed man. അദ്ദേഹത്തിന്റെ ഒരു മകളും ഒരു മകനും ആണെന്ന് എനിക്ക് തോന്നുന്നു. I believe that he has a boy and a girl. ആ മകളുടെ വിവാഹം തീരുമാനിക്കാൻ നേരത്ത് പുള്ളി എന്നെ പിറവത്തേക്ക് ടെലിഫോൺ ചെയ്യുകയാണ്. When he was getting ready to decide on his daughter's wedding, he called me in Paravam. പാസ്റ്റർ എന്റെ മോളുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാണ്, അതിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് പാസ്റ്റർക്ക് ആ ഡേറ്റ് ഒഴിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ തീരുമാനം എടുക്കാൻ പോകുന്നത്. He called me up and he said that we are getting ready to have a date fixed for my daughter's wedding. Before we make a decision, we want to make sure that you are free. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇന്ന ഡേറ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. I said this particular date I'm free. Yes. അപ്പൊ ഡേറ്റ് എഴുതി ഇട്ടോളാൻ പറഞ്ഞിട്ട് പുള്ളി അന്നേരം ആ ഭാഗം അവസാനിപ്പിച്ചു. And he said, okay, write down the date, make sure, and then he ended that conversation. അത് കഴിഞ്ഞ് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം പാസ്റ്റർ നടത്തണം. At night he called me up and he said, make sure that you would solemnize this wedding. ഞാൻ പറഞ്ഞു സാറേ നിലവിൽ ആവശ്യത്തിന് പ്രശ്നമുണ്ട്, പുതിയ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. I said we have enough problem, we don't want a new problem. കാരണം ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. തൃശ്ശൂർ പോയി എനിക്ക് കല്യാണം നടത്താൻ നിയമപരമായി വകുപ്പില്ല. Because I live in Ernakulam, I don't have the legal right to go and conduct a wedding in Trichure. മറ്റൊന്ന് എന്നേക്കാൾ സീനിയേഴ്സായ ഒരുപാട് ദൈവദാസന്മാർ അവിടെയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ വേണേ പ്രസംഗിക്കാം, കല്യാണം നടത്താൻ മറ്റൊരാളെ ആക്കാൻ പറഞ്ഞു. Other than that, there are more senior pastors around there. Therefore, I am willing to come and preach. But as far as conducting a wedding is concerned, you let others do it. അതൊന്നും അല്ല പറയാമെന്ന ചിത്രം ക്ലിയർ ആകാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. I was not trying to narrate that part. I was just trying to give you a clear picture. പുള്ളി വിശദീകരിച്ചു, ഇതൊരു സംഘടനയുടെ കീഴിലല്ല നിൽക്കുന്നത്, ഇത് ഞങ്ങൾ മാത്രമുള്ളൊരു സഭയാണ്, അതുകൊണ്ട് ആര് നടത്തണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ആരൊക്കെ വന്നിരുന്നാലും പ്രശ്നമില്ല, കാരണം ഇത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. And he cleared it out by saying that, listen, my church is an independent church, it's not under a denomination, therefore we are going to decide what to do. ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ടുള്ള എന്റെ ഇരിപ്പനുസരിച്ച് ഞാൻ വാക്ക് കൊടുക്കേണ്ടി വന്നു. But because of my relationship with him, I gave him my word. അങ്ങനെ കല്യാണത്തിന് ചെന്നു. And we went for the wedding. കത്തോലിക്ക അച്ഛന്മാർ തന്നെ എനിക്ക് തോന്നുന്നു 3-4 പേരെ കല്യാണത്തിനുണ്ട്. The Catholic priest, there were 3 or 4 Catholic priests there. കാരണം അത്ര ആളുകളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. Because this man was a very influential man. അങ്ങനെ ആരുണ്ടൊക്കെയോ അസാധാരണമായ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. And there were very prominent people there. അവരൊക്കെ കല്യാണത്തിന് ശേഷം ഒരുപാട് നന്നായിട്ട് നമ്മളോട് ഇടപെടുന്നതും എനിക്ക് സന്തോഷമുള്ളതാക്കി. And after the wedding, I was joyful that they came and they dealt very well with me. ഞാൻ പറയാൻ വന്നത്, this is what I'm trying to tell you. അവര് പ്രോഗ്രാം വളരെ നന്നായി അറേഞ്ച് ചെയ്തിരുന്നു. 1.5 മണിക്കൂർ, കാരണം മുഴുവൻ പബ്ലിക്കാണ്, ദൈവവചനം പറയാനായിട്ട് സമയം വെച്ചിരുന്നു. They had the program arranged very well. There was a huge crowd and there was 1.5 hours for the word of God to be preached in this wedding. ഏറ്റവും ഒടുവിൽ കല്യാണ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് കയറി വന്നു. As this wedding service was going on, a person came. ഞാന് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് പ്രോഗ്രാം സംബന്ധിച്ചുള്ള വേണ്ടത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ അപ്പനെ വിളിച്ചിട്ട് ചോദിച്ചു, ആ ഒടുവിൽ വന്ന ആള് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആശീർവാദ പ്രാർത്ഥന അങ്ങ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു.
I did not know, my program was in the latter part, and I did not know the man who came. I said, the last person who came, can I allow him to lay his hands on them and bless the couple? പുള്ളി എന്നോട് പറഞ്ഞു പ്രാർത്ഥന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെന്ന് പറഞ്ഞു. He told me prayer is not an adjustment. അക്കോമഡേഷനും അല്ലെന്ന് പറഞ്ഞു. It's not an accommodation either. എന്റെ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞ് ആശീർവദിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആരാ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. It is already decided who is going to bless the couple in advance. ആ വാചകം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. The sentence or the statement that he made that day, I will never forget it. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഇതൊരു അക്കോമഡേഷനും അല്ല. Prayer is not an accommodation, neither is it an adjustment. എന്റെ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അക്കോമഡേഷൻ പ്രോബ്ലം ഇല്ലേ നമുക്ക്? But pastor, don't we have an accommodation problem? എന്റെ അഭിപ്രായം അവർക്കൊക്കെ ആശംസ കൊടുത്തേക്കണം. What I'm trying to tell you is that give them a time for greetings. കാരണം ആശംസ മനുഷ്യനോടാ. Because greeting is towards men. പ്രാർത്ഥന ദൈവത്തോടാ. Prayer is towards God. മാത്തുക്കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? പ്രാർത്ഥന ഇരുന്നോട്ടെ. We have to give something to Mathakutti. Let him give him prayer. അന്നാ തോമസ് കുട്ടിക്ക് ഇരുന്നോട്ടെ. Let us give it to Thomas Kutti also. അന്നാ പാപ്പച്ചനും ഇരുന്നോട്ടെ. Give it to Papachan also. അത് കഴിഞ്ഞ് അവറാച്ചനും ഇരുന്നോട്ടെ. Avarachan also. ഇതിനൊന്നും മറുപടി പ്രതീക്ഷിക്കേണ്ട, കാരണം അക്കോമഡേഷൻ അല്ലേ. Don't expect an answer for this prayer because this is an accommodation. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. I am not talking about you. ഇതിനകത്ത് വരുന്ന പ്രശ്നം പ്രാർത്ഥനയുടെ അർത്ഥം മാറിപ്പോവുക. What is happening here is the very prayer or the essence of prayer is lost. ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷന് മുമ്പ് പാസ്റ്റേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ ചോദിച്ചു, നമുക്ക് ഈ പ്രാവശ്യം സെൻട്രൽ കൺവെൻഷന് പരസ്യമായിട്ട് എത്ര പേര് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു. We have a central convention there and ask the pastors how many people should pray. സെൻട്രൽ കൺവെൻഷനിലൊന്നും വചനശുശ്രൂഷയ്ക്ക് സമയം കിട്ടത്തില്ല, കാരണം ഈ വക കാര്യങ്ങളിൽ സമയം പോവുക. In the conventions they don't have time for the word ministry because the time is consumed by all these accommodations. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, നമ്മുടെ ഇവിടെയുള്ള ആരും പ്രാർത്ഥിക്കേണ്ട, വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഒരാൾ പ്രാർത്ഥിച്ച് വചനശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കാം. After a brief silence, one person said, don't allow anybody from here to pray. If a guest comes, allow him to pray and then give the time for the word ministry. അപ്പോൾ വേറൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അയ്യോ നമ്മുടെ ഇവിടെയുള്ള ആരും പ്രാർത്ഥിക്കണ്ടേ? And the other person said, don't we need the people here to pray? അപ്പോൾ മറുപടി മൂന്നാമതൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് അതിന് മുമ്പ് ഒരാഴ്ച അങ്ങ് പ്രാർത്ഥിക്കാം. Third person said, a week before that, let's come and let's do all the prayer. ഞാൻ പറഞ്ഞു, എന്നാ ഇത് എഴുതി വെക്കാൻ പറഞ്ഞു. I said, write it down. അത് പാസ്സാക്കി. And they passed it. Praise the Lord. Amen. അർത്ഥം മാറിപ്പോവുക. The meaning is lost. മറ്റൊരു യൗവനക്കാരൻ എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ 3 രാത്രി ആ യോഗത്തിന് പോയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു സമയം കിട്ടിയില്ല. Another time a young man came to say, I attended the 3 nights of meeting, they never gave me an opportunity to pray. ഞാൻ ചോദിച്ചു, ഇനി യോഗം തീർന്നോ? I asked him, is the meeting over? 2 രാത്രി കൂടി ഉണ്ട്. 2 more nights. ബ്രദർ പോണില്ലേ? Are you not going? ഇല്ല, ഞാൻ പോണില്ല. No, I'm not. അതെന്താ? Why? സമയം കിട്ടുകയില്ല. I'm not going to get time to pray. നമുക്ക് ഇപ്പൊ പ്രാർത്ഥിച്ചാലോ ഇവിടെ ഇരുന്ന്? I said, why don't we sit down and pray now? ഓ, അത് വേണ്ട. He said, no. കാരണം അത് മൈക്കില്ലല്ലോ. There is no microphone there. അപ്പോഴെനിക്ക് മനസ്സിലായി ദൈവം തമ്പുരാന് കേൾവി കുറവാന്നുള്ള കാര്യം. That's when I realized that God is kind of deaf. Praise the Lord. Amen. ഈ യോഗം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യോഗത്തിന് സംഘാടകർ, ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനു മുമ്പ് പ്രാർത്ഥിക്കണം. If this meeting has to be blessed, the people who organize this meeting should pray beforehand. പബ്ലിക് മീറ്റിംഗ് പ്രാർത്ഥിച്ച് തുടങ്ങാം, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാവുന്നതിൽ കവിഞ്ഞ് ബ്ലെസ്സിംഗ് ഒന്നും ഇതിൽ കൂടെ വരത്തില്ല. You need to understand, yes, during the service one person can pray, start the meeting, end the meeting, but don't expect a blessing for that meeting. ദൈവം നമ്മുടെ കളിപ്പാട്ടമല്ല. Because God is not playing games here. Praise the Lord. Amen. പ്രാർത്ഥനയിലെ അജ്ഞത വലിയൊരു വിഷയമാണ്. The ignorance in prayer is a big subject. Praise the Lord. Amen. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളെല്ലാം ഭയങ്കര ശക്തി ദൈവം ഇതിനകത്തൂടെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. God has imported great power in prayer for us. ഇന്നലെ രാത്രിയിൽ നാം കണ്ടത് 2 കാര്യമുള്ളൂ. ഒന്നെങ്കിൽ നുണയായി എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാവപ്പെട്ട ദൈവമക്കള്, ഓർഡിനേഷൻ വേണ്ട, പേര് വേണ്ട, അംഗീകാരം വേണ്ട, സീനിയോറിറ്റി വേണ്ട, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ സ്ത്രീയോ പുരുഷനോ 4, 5, 2, 3 പേര് മുട്ടുകുത്തി
ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് ഏത് ജയിലാണെങ്കിലും, അതേത് ഇരുമ്പ് മറയാണെങ്കിലും, അതേത് ചങ്ങലയാണെങ്കിലും മുറിയും, തുറക്കും, ദൂതൻ ഇറങ്ങും, ദൈവപ്രവൃത്തി വെളിപ്പെടും. Glory. No doubt. Amen. What we heard yesterday, either it's a pure fabrication or it's a fact that's written. 2 or 3, no matter how many people, no matter what gender, if you truly pray, the power of God will be manifested, the angel will come, the prison doors will be opened, the shackles will be broken. പറഞ്ഞു വരുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ യോഗത്തിന് 1-2 പേരൊക്കെ പ്രാർത്ഥിക്കുന്നതിന് എതിരായിട്ടല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. Don't misunderstand me. I'm not saying that we should not have 1 or 2 people praying in our meetings. വിഷയത്തിന്റെ ബാലൻസ് നിന്ന് പോകണം. മീറ്റിംഗ് മാന്യമായ നിലയിൽ വേണം മീറ്റിംഗ് നടത്താൻ. We need to have an order in all the meetings. അതിന് അതിൻ്റെതായ സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്, നമുക്കത് അറിയാം. We need to have a style and a standard for that. We know about that. എന്നാൽ അതിനപ്പുറത്ത് പ്രാർത്ഥന കുറെ കൂടെ പവർഫുൾ ആണ്, കുറെ കൂടെ ശക്തിയുള്ളതാണ് എന്ന് ഗ്രഹിക്കണം. But beyond that, we need to understand that prayer is much more powerful and important. Praise the Lord. Amen. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയില്ല. We do not know how we ought to pray. അപ്പൊ നമുക്കറിയില്ലാത്ത ഒരു മണ്ഡലം പ്രാർത്ഥനയിലുണ്ട്. So there is a dimension that we do not know about in prayer. സ്തോത്രം. അതേതാണ് മണ്ഡലം? What kind of dimension is that? അവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയി പ്രയർ പഠിക്കണം എന്നല്ല. The word does not say therefore go to a particular university and study about prayer. അങ്ങനെ നമ്മൾ പോയാലും യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നില്ല. Even if you were to go like that, no university will teach you such an issue. ബാക്കി എല്ലാ വിഷയവും പഠിപ്പിക്കുന്നുണ്ട്. They will teach everything else. പ്രസംഗത്തെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. They will teach you very well about preaching. അങ്ങനെ പ്രസംഗത്തിന്റെ ആ ആഴമുള്ള പഠനങ്ങളെല്ലാം നടത്തി കഴിയുമ്പോൾ പിന്നെ പ്രസംഗിക്കാൻ മേലാതെയാകുന്നവരും കണ്ടിട്ടുണ്ട്. I have seen once people learn the depth of the art of preaching, then they don't know how to preach. കാരണം അതിന്റെ നിയമങ്ങൾ അത്ര കഠിനമാണ്. Because the rules that are laid down is so stringent. പക്ഷെ പ്രാർത്ഥനയെ കുറിച്ച് ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. But nobody wants to teach about prayer. പ്രാർത്ഥന പഠിപ്പിക്കുന്ന 2 പേരെ ഞാൻ ഇന്ന് രാത്രി കാണിക്കാം. I want to show you 2 people who teach us about prayer. ഒന്ന് പരിശുദ്ധാത്മാവ്. 1, Holy Spirit. 2, മിശിഹാ തമ്പുരാൻ. 2, the Lord Jesus. Praise the Lord. Amen. ഇവിടെ പറയുകയാണ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. We do not know how we ought to pray. പരിശുദ്ധാത്മാവ് ഒരു ഞരക്കത്തിൽ തുടങ്ങും. The Holy Spirit starts with a groaning. ആ ഞരക്കം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥനയിൽ വളരാൻ പറ്റും. If you can identify the groanings of the Spirit, then you can grow in the Spirit. Praise the Lord. Amen. അത് നമുക്കറിയാവുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയല്ല. It is not for the things that we already know. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. Listen to me prayerfully. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞ ഒരു സംഭവം പറയാം. I will tell you an example that an episode that happened in all the places I shared. മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന പ്രായമുള്ള 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ദൈവദാസനോടൊപ്പം ഒരാഴ്ച ഞാൻ താമസിച്ചു. I stayed with a man of God in Mangalapuram. He is 75 years old. ഞാൻ അദ്ദേഹത്തോട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ചോദിച്ചിങ്ങനെ കേട്ടു. I asked him, inquired of him, and I understood his experience. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിലത്തെ ഒരു വലിയ സംഭവം പറയാമെന്ന് പറഞ്ഞു. And he said, I will tell you one very important episode that happened. നട്ടലിന് അതികഠിനമായ വേദനയായി മരുന്ന് എടുക്കുകയല്ലെന്ന് വിചാരിച്ചൊക്കെ ഇത്രയും 70 വയസ്സ് വരെ 75 വയസ്സ് വരെ ഇരുന്നെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. മക്കൾ നിർബന്ധിച്ചു, ഒടുവിൽ അഡ്മിറ്റായി. This man of God, he didn't take medicine for 70 years, 75 years, but finally he had a very severe pain in his back. His children insisted he had to go for a surgery and he had to take medicine. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞു എന്തോ ഒരു ഭയങ്കര ഭയം കൂടെ കൂടെ മനസ്സിൽ വരിക. And as he was lying in the hospital bed,
From again and again, time and again, some kind of fear kept coming into his mind. ഒരുപാട് ശിഷ്യന്മാര് ദൈവദാസന്മാരുണ്ട്, അവരൊക്കെ വന്ന് പ്രാർത്ഥിക്കും, ഉടനെ ധൈര്യം വരും, അവര് പോയി കഴിയുമ്പോൾ ഒരു ഇരുട്ടിഞ്ഞ് വരുവാന്ന് പറഞ്ഞു. And he said that his fellow ministers, co-workers will come and pray. When they pray, he would be bold, and then after that, that courage will go, and some kind of darkness would creep in. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ മാത്രം കൂടെ നിൽക്കുക. And he said there was a young Bible school student that was with him all the time. ഓപ്പറേഷന്റെ ഡേറ്റ് അടുത്ത് വരിക, The surgery date was coming closer, ഭയം കൂടി വരിക. and this fear started increasing. ചിലപ്പോൾ ഓപ്പറേഷൻ വിജയിക്കുകയില്ലെന്നും ചിലർ പറയുന്നു. And some people are saying that the surgery might not be successful. ഒരു ദിവസം പെട്ടെന്ന് ഒരു തമിഴ് സ്ത്രീ ആശുപത്രിയുടെ വരാന്തയിൽ കൂടെ ഓടി വന്ന് തമിഴിൽ നഴ്സിനോട് ചോദിക്കുന്നു, ഇവിടെ എവിടെയാണ് ഒരു പാതിരി, ഒരു പാസ്റ്റർ കിടക്കുന്നത്? One day, a Tamil-speaking lady, she ran through the door and she asked the nurse, where is a pastor lying here? ആ നേഴ്സ് വേഗം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. And this nurse directed this Tamil-speaking woman to the pastor. ആ സ്ത്രീ ചോദിച്ചു, പാതിരി നിങ്ങൾക്ക് തമിഴോ കർണാടകോ ഇംഗ്ലീഷോ ഇതിലേത് ഭാഷയെ തിരിയുന്നെന്ന് ചോദിച്ചു. And this lady asked pastor, which language do you understand? English, Tamil or Kannada? പുള്ളിക്കാരൻ പറഞ്ഞു മൂന്നും മനസ്സിലാവും. And he said, I understand all three. ഇനി ഞാൻ തമിഴ് പറയട്ടെ എന്ന് ചോദിച്ചു. And she said, can I speak to you in Tamil? എന്റെ ചേച്ചിക്ക് പെട്ടെന്നൊരു വയറുവേദന ഉണ്ടായി, ഞാൻ ഇവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. And she said that my sister had a stomach ache and she was in the hospital. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ ചേച്ചിക്ക് ഒരസുഖവുമില്ല, ഈ ആശുപത്രിയിൽ ഒരു പാസ്റ്റർ അഡ്മിറ്റായി കിടപ്പുണ്ട്, നീ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് താഴെ വരിക എന്ന് പറഞ്ഞു. എന്റെ ചേച്ചിയെ ഞാൻ കാഷ്വാലിറ്റിയിലാക്കിയിട്ട് വന്നിരിക്കുന്നു. And she said, when I brought my sister to the emergency place, the Holy Spirit told me, your sister is fine. You are here because there is a pastor here. Go pray for the pastor and then go down. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? Can I pray for you? സീനിയറായ ദൈവദാസൻ കിടന്നിടത്ത് കിടന്നുകൊണ്ട് കൈകൊണ്ട് കാണിച്ചു പ്രാർത്ഥിച്ചോളാം. And the senior man of God, he showed her to go ahead, pray for me. ആ സിമന്റ് തറയിൽ ആ സ്ത്രീ മുട്ടുകുത്തി. And this lady, she knelt down on that floor. ഒരു 15-20 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിച്ചു. 15-20 minutes she prayed in the spirit. പുള്ളി പറഞ്ഞത്, എന്റെ മുറിയിലേക്ക് ഒരു ഭയങ്കര വെളിച്ചം ഇറങ്ങി വന്നു. And this man of God said, a great light came into my room. അവർ അന്യഭാഷയിൽ മാത്രം അരമണിക്കൂറിൽ താഴെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോയി. And within a short span of time, she prayed in the spirit and she got up and left. അവരുടെ പേര് ചോദിക്കാൻ പറ്റിയില്ല, അഡ്രസ് മേടിക്കാൻ പറ്റിയില്ല, ഇതുപോലൊരു അബദ്ധം ജീവിതത്തിൽ പറ്റാനില്ലെന്ന് പറഞ്ഞു. And this man of God said, I could not inquire of her name or address. I have not done an error like this before. അല്പസമയം കഴിഞ്ഞ് ചായ മേടിക്കാൻ പോയ ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥി കയറി വന്നു. After some time, the Bible school student who went to get him a tea came back. അപ്പച്ചൻ എന്താ കരഞ്ഞോണ്ട് കിടക്കുന്നതെന്ന് ചോദിച്ചു. And he asked him, why are you crying? ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞു. Nothing, he said. പെട്ടെന്ന് അവൻ തറയിലോട്ട് നോക്കിട്ട് ചോദിച്ചു, ഇവിടെ എന്നാ വെള്ളം കിടക്കുന്നതെന്ന് ചോദിച്ചു. And he looked at the floor and said, what is this puddle of water here? ആ പാസ്റ്റർ പറഞ്ഞു, മോനെ അത് വെള്ളമല്ല, കണ്ണുനീരാന്ന് പറഞ്ഞു. And the pastor said, that's not water, that's tears. ഇതെന്താ സംഭവം? What is this? ഈ സ്ത്രീക്ക് ഇതുകൊണ്ട് എന്നാ ഗുണം? This woman, what did she gain from this? ഇതാണ് നമുക്കറിയാത്ത പ്രാർത്ഥന. This is the prayer that you and I are not aware of. Hallelujah. ഇതിലേക്ക് അവരെ നയിച്ചത് ഇൻഫർമേഷനും അല്ല, ഫീലിംഗ്സും അല്ല, റിലേഷനും അല്ല. What led her to this prayer is not information, feeling or relationship. എന്റെ കൊച്ചിന് സുഖമില്ല എന്ന് നാട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു, സുഖമില്ലെന്ന് പറഞ്ഞാൽ അവനൊരു പനി. അപ്പൊ ഞാൻ രാവും പകലും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കാരണം അത് റിലേഷനാണ്. I was told that my son was not feeling good, and when I came to know, I started praying day and night because I'm related to him. ഇവിടെ വന്നപ്പോൾ ബ്രദർ തോമസ് കുര്യൻ വന്ന് ഇറങ്ങിയ വഴി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ ഒരു ബ്രദറിന് കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞു. ഞാൻ അത് അറിവിൽ നിന്നാണ് ആ പ്രാർത്ഥന. When I came here, Brother Thomas Kurian led me to the hospital to pray for a child. That is through knowledge. അത് അതിനകത്ത് അറിവിലൂടെ ഒരു ചെറിയ ഫീലിംഗ്, ഒരു ബന്ധം ഉണ്ടാകുന്നു. Through the knowledge, we have a relationship. ഇങ്ങനെ ഒക്കെ ആ പലപ്പോഴും നമ്മളെ പ്രയറിലോട്ട് നമ്മുടെ മനസ്സിനെ തള്ളിവിടുന്നത്. This is how we are being ushered into prayer. Praise the Lord. Amen. എന്നാൽ ഈ പ്രയർ അവരെ തള്ളിവിട്ടത് ആരാ? This prayer, who ushered her into that room? ഞാൻ പറഞ്ഞു, മനസ്സിലായോ? Are you clear? ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, Let me tell you humbly. ഞാൻ ഈ വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്നോ
എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്നൊന്നുമല്ല, ഈ ഒരു മണ്ഡലത്തിൽ നമ്മുടെ അറിവിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി അതൊന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. I am not trying to tell you that I'm a specialist in this area or I have a knowledge, but for our information I'm sharing this with you. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ അറിയാത്ത വിഷയത്തിന് വേണ്ടി ഒരു ഞരക്കം അന്യഭാഷയിൽ അല്ലെങ്കിൽ ആത്മാവിൽ നിങ്ങൾ അറിയാതെ ഏതോ കാര്യത്തിന് വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പ്രേരണ ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ? Do you remember at any time you had a groaning in your spirit to pray for something or somebody that you did not know? അങ്ങനെയുള്ളവരൊന്ന് കൈവക്കാവോ? If you raise your hands for that, മതി ഉണ്ടോന്നറിയാൻ വേണ്ടി മാത്രം. I just wanted to know if there are such people. അങ്ങനെയുള്ളവർ വലിയവരാണെന്നോ ചെറിയവരാണെന്നോ ഒന്നും പറയാനല്ല, ഇതൊരു മിനിസ്ട്രിയാ. I am not trying to say that you are great or small. That is a ministry. Praise the Lord. Amen. എറണാകുളത്ത് ഒരു എഞ്ചിനീയറുടെ വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് അവിടെ വിശ്രമിക്കുമ്പോൾ, In Ernakulam, in an engineer's house, after a meeting, after the meal, I was resting there. ആ വീട്ടിലെ മാന്യ സഹോദരി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളും ഹസ്ബൻഡ് ഇരിക്കുമെന്നോട് ചോദിച്ചു, പാസ്റ്റർ എനിക്കൊരു സംശയമുണ്ട്. ഇവരുടെ കേക്ക് വെച്ച് ചോദിക്കുകയാണ്, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി. രാവിലെ ഇവർക്ക് പിള്ളേർക്കും അച്ചായനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഇവരെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പ്രയർ ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ ആത്മാവിൽ എനിക്ക് ഞരക്കം ആരംഭിച്ചു. ഞാൻ ഇവരെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ധൃതി കൂട്ടി. ഇവർ പോയി, ഞാൻ പ്രയർ റൂമിൽ കയറി മുട്ടുമടക്കിയിട്ട് 4 മണിക്ക് അച്ചായൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ ചായയും കുടിച്ചില്ല, ഞാൻ ഉണ്ടുമില്ല, ഒന്നും ചെയ്തില്ല. അച്ചായൻ പറയുന്നത് എനിക്ക് വേണ്ട അസുഖമാ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? And the sister of the house asked me this question when her husband and children were there, that one day the Spirit of God started groaning within her and she wanted to pray. So she gave the food to the husband and the children, and once they were gone, she prayed from the time they left till they came back. And the husband thinks that there is something wrong with the wife. She's asking me, is there anything wrong with me? ഞാൻ പറഞ്ഞത് അസുഖമാണെങ്കിൽ ആ അസുഖം അനേകർക്ക് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. I said, if that's some kind of sickness, I pray that many people will have that sickness. ആ അസുഖം കുറെ ആളുകൾക്കും കൂടെ വന്നിരുന്നെങ്കിൽ, If more people would suffer from that sickness, എന്റെ സഭയിൽ ഒരു കുറെ പേർക്ക് ആ അസുഖം വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. I am praying that the people in my church will have that kind of sickness. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് ഈ അസുഖം വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. I am praying that many of you would have that kind of sickness. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഈ അസുഖം പിടിക്കാൻ വേണ്ടി ഞാൻ I am പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. praying that the people in India will have that kind of sickness. ഹല്ലേലൂയ. Praise God. ആ പ്രാർത്ഥനയ്ക്ക് ഫാസ്റ്റിംഗ് ഒന്നും നിർബന്ധമില്ല. You don't have to fast for that prayer. ലീവ് എടുക്കണ്ട. You don't have to take a day off. അതൊക്കെ ജോലിയുടെ ഇടയിൽ നടന്നോളൂ. Even as you're working, you will be in prayer. അതൊരു അനുഭവമാണ്. Praise God. That is an experience. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒന്നാമത്തെ ഗുണം എന്ന് ചോദിച്ചാല്, ഇതിന് നമുക്കൊരു അനുമോദനമോ ഒരു അംഗീകാരമോ പോലും ഈ ഭൂമി കിട്ടുകയെന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. You have to need to understand that you will not get any kind of compliments or recognition for this on this earth. അനുമോദനമോ അംഗീകാരമോ കിട്ടിയുള്ള കുഴപ്പമെന്നറിയോ? അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. If you get a compliment and an acknowledgement here, that means you have already got your reward. പ്രസംഗത്തിന് അംഗീകാരമുണ്ട്, അനുമോദനമുണ്ട്, ശമ്പളമുണ്ട്. When you preach, people acknowledge you, they honor you, and they compliment you. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒന്നുമില്ല. But for prayer, none of these things are there. അവർക്ക് അവിടെ ചിലത് കിട്ടും. They will get something there. സ്വർഗമൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, If heaven is real, സ്വർഗമൊരു യാഥാർത്ഥ്യമാണെങ്കിൽ heaven is real. നമ്മൾ ഞെട്ടിപ്പോവും അവിടെ ചെല്ലുമ്പോൾ. When we go there, we will be startled. ഇന്ന് ഞാൻ എന്റെ വ്യക്തിപരമായ ധ്യാനത്തിൽ വായിച്ചത് ധനവാന്റെ ലാസറിന്റെ ഭാഗമാണ്. Today in my personal meditation, I read about Lazarus and the rich man. എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഭാഗമാണ്. പക്ഷെ ഇന്ന് ഞാൻ അതിനകത്ത് കുറെ പുതിയ കാര്യങ്ങൾ കണ്ടു. ഞാൻ ഒരു 10-15 കാര്യം എഴുതി വെച്ചു. Today I have read that portion so many times, but today I saw at least 50 new things and I wrote it down. ധനവാൻ മേലോട്ട് നോക്കി. The rich man looked up. ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടായിരിക്കും മേലോട്ട് നോക്കി. First time he looked up in his life. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോ മേലോട്ട് നോക്കാത്തവര് ഒടുവിൽ നോക്കിയിട്ട് പ്രയോജനമില്ല. When you are alive, if you don't look up to heaven, finally you would. There is nothing you are going to get out of it. നാട്ടിലൊരു മൃഗമുണ്ട്, പോർക്കെന്ന് വിളിക്കും. അത് മേലോട്ട് നോക്കുന്നത് മരിക്കുന്നതിന്റെ മിനിറ്റിലാണ്. We have an animal called pork or the swine.
It never looks up. It only looks up the last minute before it dies. ആകാശം കണ്ടപ്പോൾ തോന്നി എന്ത് മനോഹരമാണ്, പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? When it looked up and saw the sky, it realized it's so beautiful, but there's no point in talking about it anymore. ധനവാൻ മേലോട്ട് നോക്കി, The rich man looked up. മൊത്തം തലതിരിഞ്ഞിരിക്കുക. Everything was upside down. എന്താ തലതിരിഞ്ഞ്? Why? അവൻ ഇത്രയും കാലം താഴോട്ട് നോക്കിയാ കാണുന്ന പുള്ളി ഇപ്പൊ മുകളിലിരിക്കുന്നു. All this time he was looking down. The guy who was down there, he's up there. പുള്ളി ലാസറിനെ കാണുന്നത് ഇങ്ങനെയായിരുന്നു. This is how he used to look at Lazarus. മതിലിന്റെ മുകളിൽ കൂടെ. Over the wall. ഇപ്പൊ മുകളിൽ ലാസർ. Now Lazarus is up there. മൊത്തം തലതിരിയും കാര്യങ്ങൾ. Everything will be upside down. മൊത്തം തലതിരിയും. Everything will be upside down. ഇന്ന് നീ താഴെന്ന് വിചാരിച്ച ചിലർ അവിടെ മുകളിലായിരിക്കും. People that you think are down, they will be up there. ഇന്ന് നീ മണ്ടനെന്ന് വിചാരിച്ച ചിലർ അവിടെ മിടുക്കരായിരിക്കും. Some people that you have labeled as fools will be wise up there. ഇവിടെ തോറ്റെന്ന് നീ ധരിച്ച ചിലർ അവിടെ ജയിച്ചെന്ന് നീ കാണും. People who have failed that you thought will be victorious up there. ഇവിടെ അംഗീകാരം ലഭിക്കാത്ത പലരും അവിടെ അംഗീകരിക്കപ്പെടുന്നത് നീ കാണും. You will see people who have no acceptance here, they will be accepted there. മൊത്തം തലതിരിഞ്ഞിരിക്കും. Everything will be upside down. Praise the Lord. Amen. Amen. ലാസർ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാൻ ആ ഭാഗം മുഴുവൻ വായിച്ചിട്ട് I looked through the whole thing. Lazarus did not say a word. കാരണം പുള്ളി മിണ്ടാനുള്ളതൊക്കെ ഇവിടെ വെച്ച് മിണ്ടിയതാ. Because everything that he had to say, he said it here. ഇവിടെ വെച്ച് പറയേണ്ടത് പറയേണ്ടടത്ത് പറയേണ്ട പോലെ പറയാത്തവര് ഇത് കഴിഞ്ഞു കുറെ പറയേണ്ടി വരും. If you don't say the things that you have to say the way that you should say here, then you will have to say one day. ധനവാൻ വായ അടയ്ക്കുന്നില്ല. The rich man is not even shutting his mouth. പറഞ്ഞോണ്ടേയിരിക്കുക. He kept on talking. പ്രാർത്ഥനയാ പുള്ളി ഇവിടം വിട്ടപ്പോ തൊട്ട്. From the moment he left the earth, this man is in prayer. അതിന്റെ പകുതി ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നേ മറുപടി റെഡിയായിരുന്നു. If he would have prayed half of it here, he would have been in a better position. കുരിശിലെ കള്ളൻ കുരിശ വെച്ച് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടി. എന്നാ ഈ പുള്ളിക്കാരൻ പാർദീസയുടെ അടുത്ത് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണം കിട്ടിയില്ല. The thief on the cross, he prayed on the cross and his prayer was answered. But this man was close to paradise, but no answer. Praise the Lord. Amen. Praise the Lord. Amen. പലതും തലതിരിയാൻ പോവുക. Many things will be upside down. നാം പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ആദരിക്കപ്പെടാൻ പോവുക. Many people that you did not expect will be honored there. നാം പ്രതീക്ഷിക്കാത്ത പലരും ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. Many people that we did not expect will be honored and accepted by God. നാം പ്രതീക്ഷിക്കാത്ത പലരും ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു. Many people that we do not expect will be accepted by God. Praise the Lord. Hallelujah. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്. Dear ones, prayer is a ministry. നമുക്കറിയില്ല വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ. We do not know how we ought to pray. എന്താണ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കുക? What does it mean to pray the way we ought to? കർത്തൃ പ്രാർത്ഥന എടുത്തു നോക്കിയാൽ മതി. Take the Lord's Prayer. ഒന്നെടുക്കാമോ? Can you take it? കർത്തൃ പ്രാർത്ഥന കാണാപ്പാടം അറിയാൻ മേലാത്ത ഒരു ക്രിസ്ത്യാനി അല്ലെന്ന് ആ പണ്ടത്തെ ധാരണ. In the olden times, if you did not know the Lord's Prayer, they would tell that you are not a Christian. ക്രിസ്ത്യാനിയാണെങ്കിൽ ജീവൻ വേണേ കർത്തൃ പ്രാർത്ഥന ചൊല്ലടാന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്, കേട്ടിട്ടുണ്ടോ? Do you know that if you are, there was a time people would recognize you as a Christian if only you would know the Lord's Prayer? ഞാൻ പിള്ളേരോടാ ചോദിച്ചത്. I was asking the kids. ലഹള കൊലപാതകം നടന്ന ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തും. അയ്യോ ഞാൻ ക്രിസ്ത്യാനിയാണെ എന്നെ കൊല്ലല്ലെന്ന് പറയും. വേറെ ഏതെങ്കിലും ജാതിയാണെ അപ്പോഴേ വെട്ടുക. അപ്പൊ നീ ക്രിസ്ത്യാനിയാണെങ്കിൽ കർത്തൃപ്രാർത്ഥന എല്ലാം പറയും. അക്ഷരത്തെറ്റ് വന്നാൽ അപ്പോഴേ വെട്ടും. There was a riot going on in a place, and the moment the person say I'm a Christian, they would let him go. But how they would prove him as a Christian is he was asked to narrate the Lord's Prayer. And if you would do one error, they would kill him. വേറെ രണ്ട് ജാതികൾ തമ്മിൽ ആ വഴക്ക്. ക്രിസ്ത്യാനിയെ വെറുതെ വിടും, രണ്ടു കൂട്ടരും. There was a communal right with two different religions, but the Christians were let out. നമ്മളിപ്പോ ഈ ആത്മീയത്തിന്റെ വളരെ ഉയർന്ന ലെവലിലേക്ക് വന്ന കാരണം കർത്തൃപ്രാർത്ഥന മിക്കവാറും ആർക്കും അറിയില്ല. Because we have risen to a higher spiritual level, many of us don't know the Lord's Prayer. അതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം പറയാം. I will talk about it the next day. എന്നാലും അതിനകത്ത് നമുക്കൊരു സത്യം അറിയാം, ഏതാ വേണ്ട വിധമുള്ള പ്രാർത്ഥന എന്ന്. But in that you understand a truth. പ്രധാനമായും
8ആയിട്ട് തിരിക്കുക ആ പ്രാർത്ഥനയെ. You can divide it into 8 different parts. ഞങ്ങളുടെ പിതാവേ, Our Father, നിന്റെ നാമം, your name, നിന്റെ രാജ്യം, your kingdom, നിന്റെ ഇഷ്ടം. your will. 4. 4. അടുത്ത 4. Next 4. തരണമേ, Give, ക്ഷമിക്കണമേ, forgive, കടത്തരുതേ, debtor, വിടുവിക്കണമേ. deliver. 8 വിഷയം. 8 things. ഇതിൽ ആദ്യത്തെ 4 നമുക്ക് ഒരു പ്രയോജനമുള്ളതല്ല. The first 4 is not good for us. 4 മേലോട്ടാ. The first 4 goes up. അപ്പൊ അതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. So then you divide that into 2. ദൈവത്തിന്റെ ആവശ്യം, മനുഷ്യന്റെ ആവശ്യം. God's need, man's need. ആദ്യത്തെ 4 ദൈവത്തിന്റെ ആവശ്യം. The first 4 is God's need. ഒടുവിലത്തെ 4 നമ്മുടെ ആവശ്യം. The last 4 is our need. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ പകുതി സമയം ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിട്ട് മാറ്റണം. So in other words, half of our prayer should be separated for God's need. പിന്നെ ഒടുവിലത്തെ 4 നമ്മുടെ ഇതിനായിട്ട് എടുക്കാവുള്ളൂ. For the other 4, other half should be for our needs. അയ്യോ, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? Are you saying that we ought to pray for God? അല്ല. No. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, Your name be hallowed. നിന്റെ രാജ്യം വരണമേ, Let your kingdom come. നിന്റെ ഇഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. Let your will be done in earth as it is in heaven. അപ്പൊ ഇതെല്ലാം ദൈവിക വിഷയമാണ്. These are godly things. ഇത് 4 അല്ലെങ്കിൽ 3 കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ചോദിക്കാവുള്ളൂ. After that only should you ask for your personal need. വീണ്ടും ഞാൻ അതിനെ വിശദമായിട്ട് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഈ കാർ മേടിക്കുന്ന ഭാഗം എവിടെയാന്ന് ഞാൻ നോക്കി. I looked at it carefully. I was trying to understand where does the buying the car comes in this prayer. കണ്ടില്ല. It's not there. ഈ വിസയ്ക്ക് മദ്രാസിൽ പോകുന്ന ആ വിഷയം നോക്കി, അതും കണ്ടില്ല. I looked for going to Madras for the visa. It's not there. അപ്പൊ എനിക്ക് കിട്ടി ഇതെല്ലാം കൂടെ ഈ ആവശ്യമുള്ള ആഹാരത്തിനകത്ത് ഒതുങ്ങി. In other words, I realized that all these things is packed in that food, the daily food. ആഹാരത്തിന് വേണ്ടിയാണല്ലോ എല്ലാ സാധനങ്ങൾ മേടിക്കാനാണല്ലോ വണ്ടി. You need the car to get the stuff, right? ആ വണ്ടി മേടിക്കാനാണല്ലോ ഈ മദ്രാസിൽ പോയത്. You went to Madras to get that vehicle, right? അത് കഴിഞ്ഞ് ഈ കൊച്ചുങ്ങളുടെ പരീക്ഷയുടെ ഭാഗം നോക്കിയപ്പോഴും അതൊക്കെ അതിനകത്തുണ്ട്. When I looked at the children's exam and all those things are there. പിള്ളേരുടെ കല്യാണം നോക്കിയിട്ടും അതും അതിനകത്താണ്. I looked at the wedding issues, it's there. അപ്പൊ ഈ പിണങ്ങരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. Don't get angry at me, listen to me carefully. പാസ്പോർട്ട്, വിസ, വണ്ടി, ഗ്യാസ്, ടെലിഫോണ്, മൊബൈല് എല്ലാം കൂടെ കൂട്ടി ഈ ഒരൊറ്റ സാധനത്തിനകത്ത് ഒതുക്കി. All these above said need are packed into that our daily food. അപ്പം ലോർഡ്സ് പ്രേയർ പഠിക്കരുത്, കാരണം പഠിച്ചു പോയാൽ ഇപ്പോഴത്തെ രീതി പറ്റുകയില്ല നമുക്ക്. So don't learn the Lord's Prayer, then you cannot practice what you are practicing now. പിണങ്ങരുത് പ്ലീസ്. Don't get angry at me. അത് പഠിച്ചാൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിനെ 8ആയിട്ട് മുറിച്ചിട്ട് 8-1 മാത്രമേ ഭൗതിക കാര്യം ചോദിക്കാവുള്ളൂ. If you were to study that, if you are praying for 1 hour, you have to divide that into 8, and out of that 8, 1 part is for your material needs. ഓയ്യോ, Oh wow. 21 ദിവസമൊക്കെ പ്രാർത്ഥിക്കുന്നിടത്ത് മുഴുവൻ സമയം ഭൗതിക. 21 days people pray, they pray nothing but material things. മനുഷ്യന് കാര്യം പിടികിട്ടിട്ടില്ല. People don't understand the reality. Amen. ഇതിന്റെ ടൈമിംഗ് മാത്രമല്ല, ഇതിന്റെ മുൻഗണനയും ശ്രദ്ധിക്കണം. Not only the timing, but what is prominent, what is the priority. ആദ്യം ഏത് പറയണം? Which one should you pray for first? ദൈവിക വിഷയം, Godly things. Amen. നിന്റെ രാജ്യം വരട്ടെ. Your kingdom come. ഇത് ഓഫീസിൽ പോകാൻ സമയമായി, അന്നേരം രാജ്യം വരാൻ പോവുക. കർത്താവേ, വണ്ടിയെ സൂക്ഷിച്ചോണേ, അതല്ലാതെ ഇപ്പൊ എന്തോ സാധിക്കും? It's time for me to go to work. Lord, give me traveling mercies. How can I pray for the other things? എന്റെ സാറേ, ആകെ 15 മിനിറ്റ് ഉണ്ട്, അതിനകത്ത് രാജ്യം വരണേ, സ്വോത്രം, രക്തത്താ, ജയം എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേനും 15 തീർന്നു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. All I have is 15 minutes and I prayed all these things. Halfway through, I'm done. ഞാൻ പറഞ്ഞു, ദൈവം മണ്ടനല്ല, നീ നിന്റെ കാര്യം ചോദിക്കാൻ മറന്നുപോയി, മറ്റേത് ചോദിച്ചുള്ള നീ രക്ഷപ്പെട്ടു. I said that God is not a fool. You know, if you forgot to ask your need, you only ask the other thing, God will take care of it. എന്താണെന്നറിയോ? You know why? ദൈവം തമ്പുരാൻ ഒന്ന് ചിരിക്കും. God will smile. എടാ, ഇവന്റെ കാര്യം ചോദിച്ചില്ല, He didn't ask for his need. ഇവൻ എന്നെ മഹത്വപ്പെടുത്തി എഴുന്നേറ്റ് പോയല്ലോ, He glorified me and he left. അതുകൊണ്ട് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ട് ഞാൻ ഇവന് കൊടുക്കും.
Therefore I will give him much more than what he asked or he thought about. Praise the Lord. Praise the Lord. വന്ന വഴിക്ക് പോകാം. ഒരു ചിന്ത നിങ്ങളെ കാണിക്കാൻ. ദിനവൃത്താന്ത പുസ്തകം, ഒരു സെക്കൻഡ്. രണ്ട് ദിനവൃത്താന്തം 1-ാം അധ്യായം. 2 Chronicles chapter 1. 6-ാം വാക്യം. 1 verse 6. എത്ര എണ്ണ? How many? 1000. 1,000 burnt offerings. 1000 ഹോമയാഗം കഴിക്കണമെങ്കിൽ ഒരു മീറ്റിംഗിന്റെ ഒടുവിലത്തെ സമയമായി. 1000 ഹോമയാഗം കഴിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? How much time you think it will take for people to offer 1,000 burnt offering? നമ്മൾ കണക്ക് കൂട്ടാതിരിക്കുക നല്ലത്. It's better that you don't try to calculate it. നമുക്ക് കണക്ക് കൂട്ടാന്ന് വേറെ കാര്യം ചോദിക്കട്ടെ. Let me ask you something that you can calculate. 1000 സ്തോത്രം പറയാൻ എത്ര സമയം എടുക്കും? How much time you think it will take for us to say 1,000 praises to the Lord? ഞാൻ കണക്ക് കൂട്ടി നോക്കി. I tried. അരമണിക്കൂർ വേണം. It takes half an hour. 1000 സ്തോത്രം പറയണേ. 1,000 praises. എണ്ണി നോക്കി. ഞാൻ എണ്ണി നോക്കിയതാ. I really counted it. സ്തോത്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്ത് സ്തോത്രം അത് ധ്യാനിച്ച് സ്തോത്രം ചെയ്താൽ അരമണിക്കൂർ ഉണ്ടെങ്കിൽ 1000 സ്തോത്രം പറയാം. If you slowly meditate and say praise the Lord, if you have half an hour, you can say 1,000 praise the Lord. ഇത് എണ്ണാനും പിടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? 1000 സ്തോത്രം അർപ്പിക്കുന്നു. We don't have time, so what do? We give 1,000 and thousands of praises to the Lord. വേറെ ചിലർ കോടാനുകൂടിയൊക്കെ അർപ്പിക്കും. Some people give millions of praises to the Lord. ദൈവം തമ്പുരാൻ എണ്ണി എടുത്തോട്ടെ. And the Lord has to count and sift through it. ക്ഷമിക്കണം. Forgive me. ശലോമോൻ അങ്ങനെ പറ്റിയല്ല. Solomon could not do that. പറ്റിയല്ല. ഭയങ്കര ചെലവായി ഇതിന്. Because this is very expensive. ശ്രദ്ധിക്കുക. Listen. 1000 ഹോമയാഗം കഴിച്ചു. 1,000 burnt offerings. ഒരു കുഞ്ഞു കാര്യം ചോദിച്ചില്ല. He didn't ask for one thing. അർപ്പണമാണ്. മുകളിലേക്ക് ദൈവത്തിന് ആരാധന കൊടുക്കുക. He is giving worship to the Lord. ദൈവം തമ്പുരാൻ ആരാധന നമ്മൾ വിചാരിക്കുന്നത്. Who do you think God is? ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ഞാനിപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിന് പ്രസിഡന്റിന്റെ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ നല്ലവനാന്നൊരു 10 പ്രാവശ്യം പറഞ്ഞ അച്ഛന് മനസ്സിലാക്കില്ല എന്ത് പ്ലാൻ ഉണ്ടെന്ന്. If I go to the president of our organization and I keep saying 10 times, you are a good person, don't you think he will realize that I have some other motives? പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എന്തോ പ്രയോജനം? But what's the point in saying before man? നീ നിന്റെ ആവശ്യം പറയാതെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് നോക്കിക്കേ. Without telling your needs, can you praise God? ഒന്ന് സ്തുതിച്ച് നോക്കിക്കേ. Try it. ഞാൻ ഉറപ്പ് തരാം. I give you guarantee. ദൈവം അവിടെ വെറുതെ ഇരിക്കത്തില്ല. God does not sit there. ദൈവം എഴുന്നേൽക്കും. God will rise up. ദൈവം എഴുന്നേൽക്കും. God will rise up. ദൈവം എഴുന്നേറ്റാൽ അവന്റെ ശത്രുക്കൾ ചിതറും. When the Lord rises, enemies will be scattered. രക്തം ജയം. Glory. രക്തം ജയം. Glory. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. Tonight you got to believe. കിടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ വെറുതെ ദൈവത്തെ സ്തുതിക്കുക. Before you go to bed, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. half an hour, the Lord will rise up for you. Hallelujah. Glory. ഹല്ലേലൂയ. Amen. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. There are a lot of things to share. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. Hannah went to the temple and prayed. ചുണ്ടനങ്ങുന്നേ ഉള്ളൂ. Her lips was moving. ഒരക്ഷരം തിരിയുന്നില്ല. You could not understand anything. ആർക്കാ തിരിയാത്തെന്നറിയാവോ? You know who did not understand? ഏലിക്ക്. Eli. എന്നാൽ ഏലോഹീമിന് തിരിഞ്ഞു. But Elohim understood. Praise the Lord. Hallelujah. നിന്റെ ഞരക്കം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. God who നിന്റെ സ്തോത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. God who understands the meaning of your praises. നിന്റെ അന്യഭാഷയുടെ അർത്ഥം ഉലകത്തിൽ ആർക്കും അറിയില്ലെങ്കിൽ അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. Lord knows the meaning of your unknown tongues that you speak. സഹോദര
സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, അന്യഭാഷയെ കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? What does the word of God says about speaking in tongues? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. He who speaks in tongue does not speak to man, he speaks to God. ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രസംഗിക്കുക എന്നാണോ? What does it mean? Speaking to God, does that mean preaching? ദൈവത്തോട് ആരും പ്രസംഗിക്കുന്നില്ല. You don't have to preach to God. ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാ. Pray, speaking to God means praying to God. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. He who speaks in tongue is praying to God. ആരും തിരിച്ചറിയുന്നില്ല. Nobody understands. പിശാചും തിരിച്ചറിയുന്നില്ല. Satan does not understand. എന്നാൽ സ്വർഗത്തിലെ ദൈവം തിരിച്ചറിയുന്നു. Heavenly God നിനക്ക് വേണ്ടി ഒരു മറുപടിയുമായി അവർ ഇറങ്ങി വരുന്നു. will come down with an answer. അത് ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുന്നു. It will happen tonight. ഹല്ലേലൂയ! 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 Hallelujah. Glory. ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കാം. Praise God. Hallelujah. ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കാം. Hallelujah. അന്യഭാഷയിൽ Hallelujah. ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കാം. Glory. Hallelujah. Hallelujah. ഓ റബലബ ശഖമനബല റിബലബ ശൗഡല ഹത്തറ അർഗബല ഹദാദര ഹത്തുര റിബലബ ശൗഡല ഹത്തുര അർഗലബ ഹംദാദര ഹദാര റിബ രഗന ജബല റൂബല ഹത്തറ. Hallelujah. Glory. Amen. Hallelujah. Glory. Hallelujah. Hallelujah. Praise God. നമ്മള് ഒരു തലമുറ മാറി രണ്ടാമത്തെ തലമുറ അടുത്ത തലമുറയിലേക്കൊക്കെ കടക്കുകയല്ലേ? ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. Let me just explain. One generation has passed away. We are moving on to the second generation. അന്യഭാഷയെ കുറിച്ച് നാം എന്ത് മനസ്സിലാക്കണം? What should we understand about speaking in tongues? പ്രൈസ് ആൻഡ് വർഷിപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഏതാണ്ട് ഒരു സൂത്രം അല്ല. Don't think it's a gadget that you use when you reach the climax of praise and worship. അതൊരു ആവേശത്തിൽ ശരീര ചലനങ്ങളോടുകൂടെ മാത്രം അവതരിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. It is not something that you try to present when you have some kind of goosebumps. ഇതൊരു ഭാഷയാണ്. It is a language. ഇത് മനസ്സിലാക്കുന്ന ഒരുത്തനുണ്ട്. There is one person who understands ഇത് this. കൃത്യമായി മനസ്സിലാക്കുന്ന ഒരുത്തനുണ്ട്. Hallelujah. There is one. അത് നീ സംസാരിച്ചേ പറ്റൂ. Therefore you ought to speak. നിനക്ക് ആത്മീക വർധന വേണോ? നീ അന്യഭാഷയിൽ സംസാരിക്കണം. Do you want spiritual edification? Speak in tongues. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. വേദവസ്തു അറിയാവുന്ന ചിലർക്ക് ഈ മർമ്മം പിടികിട്ടിയിട്ടില്ല. It is such a sad thing that people who claim that they know God's word do not understand the secret. നിന്നുപോയി പൂർണ്ണമായി ഇത് വരുന്നു, അംശം നീങ്ങി എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതി ഒരു കൂട്ടരും നശിക്കുന്നു. One group of people are perishing by saying that it has stopped, the fullness has come, there is no need for it. അത് വായിച്ചേച്ച് കുറെ പേര് പകുതി ചത്ത് നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. And people have read that. There are people half dead sitting with us. Praise the Lord. Amen. 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 ഒരു മാറ്റം വരണം. There should be a change. ഇത് പാടുമ്പം ഒടുവിൽ വരുന്ന ഒരു സൂത്രമല്ല. This is not something that you turn on at the conclusion of a song. പിശാച് അറിയാതെ, പാതാള ഗോപുരം അറിയാതെ, അടുത്തിരിക്കുന്ന സഹോദരൻ അറിയാതെ, സഹോദരി അറിയാതെ സ്വർഗമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം നിനക്ക് തന്ന ലാംഗ്വേജ് ആണിത്. This is a language that the Lord has given so that your brother and sister sitting next to you, Satan would not understand, hell would not understand what you're speaking to God. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നല്ല രസമാ. Oh, when you're driving, it's good. ജീസസ്. Hallelujah. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. Amen. Hallelujah. തെറ്റായ ടീച്ചിങ് ഒരുപാട് പേരുടെ ആ ഫ്ലോ നശിപ്പിച്ചു കളഞ്ഞു. Wrong teaching has destroyed the flow of lots of people. അവർക്ക് വേറെ ചില വാക്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക.
They have found new verses. Be still and know that I am the Lord. എന്റെ പൊന്നെ, ആ സംഭവം വായിക്കണം. എപ്പോഴാ മിണ്ടായിരിക്കണ്ടെന്ന് കാണിച്ചു തരാം. You need to understand the background of it to understand when you ought to keep quiet. യുദ്ധം വരുമ്പം, When there is a war, നിനക്കെതിരെ പ്രതികൂലം വരുമ്പം, when there is opposition against you, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. he will break the bow and the arrow and he will destroy the chariot. നീ യുദ്ധം ചെയ്യണ്ട. You don't have to wage a battle. യുദ്ധം യഹോവയ്ക്കുള്ളത്. Battle belongs to the Lord. നിന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ, When people misunderstand you, നിനക്കെതിരെ വിമർശനം ഉയരുമ്പോൾ, people criticize you, നിനക്കെതിരെ കൈ ഉയർത്തുമ്പോൾ, people raise their hands against you, നിനക്കെതിരെ അപവാദം പറയുമ്പോൾ, people talk against ശത്രു you, നിന്നെ തകർക്കുന്നത് തോന്നുമ്പോൾ destroys you, മിണ്ടാതിരിക്കുക. you remain. ദൈവം എഴുന്നേൽക്കുന്നു. നിനക്ക് വേണ്ടി നടപടിയെടുക്കുന്നു. Will work for you. Hallelujah. Amen. Glory. Glory. Hallelujah. Hallelujah. Amen. Hallelujah. Praise. ഹല്ലേലൂയ. Glory. ഹല്ലേലൂയ. ഓ, Praise. കോതമംഗലത്തൊരു ഭയങ്കര മദ്യപാനിയെ സ്ഥാനപ്പെടുത്താനുള്ള ഭാഗ്യം കിട്ടി. I had an opportunity to baptize an alcoholic in Kodamangalam. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആളുകളെ തല്ലുന്ന മനുഷ്യനായിരുന്നു. This man used to abuse others very well. വീട്ടുകാർക്കെല്ലാം തലവേദന. He was a headache for everybody. ഇപ്പൊ രാവിലെ വേദോസമായിട്ട് ഇനി പോരും, നല്ല വചനം പഠിക്കുക, സുവിശേഷം പറയുക, ഭയങ്കര ഉത്സാഹ. Now early in the morning he comes with the Bible, he learns the scripture and he shares the word. ഒരു ദിവസം പുള്ളി വേദോസം എടുത്തുകൊണ്ട് ഓടി വന്നിരിക്കുക. One day he took the Bible and ran up to me. അന്യഭാഷയിൽ സംസാരിക്കുന്ന സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വാക്കിയില്ലേ പാസ്റ്ററെ? He said that isn't there a scripture that says he who speaks in tongues should be silent in the church? നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ കിടന്ന് അന്യഭാഷ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകില്ലെന്ന് വാക്കിയില്ലേ? Don't you think that there is a verse if everybody is to speak in tongues people don't understand? 10,000 വാക്ക് അന്യഭാഷ പറയുന്നതിനേക്കാൾ 10 വാക്ക് ബുദ്ധിമുട്ട് പറയുന്നത് നല്ലതെന്ന് ബൈബിളില്ലേ പാസ്റ്ററെ? The Bible says that it's better to speak 10 words with intelligence rather than speaking 10,000 words in unknown tongues. ഞാൻ പറഞ്ഞു കുര്യാക്കോസാരൻ ധൃതി വെക്കാതെ ഇന്ന ആളെ കണ്ടോന്ന് ചോദിച്ചു. I asked him, Kuriakos, don't be haste. Have you seen this particular person? ഈ വിഷയം പഠിപ്പിക്കുന്ന ആളെ അയലോകത്തുണ്ട്. We have a neighbor who teaches this. പക്ഷെ കള്ളുപിടിച്ച് നടന്നപ്പോ പഠിപ്പിച്ചില്ല കേട്ടോ. He did not teach this doctrine to this man when he was an alcoholic. ഇപ്പൊ ഇത്ര ആയപ്പോഴാ. But when he is mature now, he's teaching him this. ആ പാവത്തിന്റെ വീട്ടിൽ ചെന്ന് 1 കൊരിന്ത്യർ 14 വായിച്ച് കേൾപ്പിച്ചു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ എന്ന് ചോദിച്ചു. And this man, he went to this man's house and he taught 1 Corinthians 14. ഞാൻ പറഞ്ഞെന്നാ ബാക്കിയോട് വായിക്കും. And I said, why didn't you read the remaining part? പ്രവചനപരം വാഞ്ചിപ്പിൻ, അത് കണ്ടായിരുന്നോ? He said, did you read the part which says earnestly desire the gift of prophecy? അത് ഞാൻ കണ്ടില്ലായിരുന്നു. Oh no, I didn't see that. അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ, അത് കണ്ടായിരുന്നോ? Did you read the part which said that he who speaks in tongues should pray for the gift of interpretation? വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള ഭാഗം കണ്ടായിരുന്നോ? Did you read that if there is no interpretation, keep quiet? വ്യാഖ്യാനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാതെ എങ്ങനെയാ ബ്രദറെ അറിയുന്നത്? How do you know that if you don't interpret that there is interpretation or ഇത് not? പഠിപ്പിക്കുന്നവരുടെ സഭയില് ഇത് പറഞ്ഞു നോക്കുന്നുണ്ടോ, വ്യാഖ്യാനി ഉണ്ടോ, എങ്ങനെയാ ഇത് വല്ലതും അറിയാവോ? If you don't speak, how would you know that there is no interpretation? ഇനി ഇത് കൂടാതെ അന്യഭാഷയിൽ സ്തോത്രം ചെയ്യാമെന്ന വാക്യം കാണിച്ചു കൊടുത്തു, പ്രാർത്ഥിക്കാമെന്ന വാക്യം കാണിച്ചു കൊടുത്തു, ആരാധിക്കാമെന്ന വാക്യം കാണിച്ചു കൊടുത്തു. അപ്പോ ഏതാ വിലക്കിയിരിക്കുന്നേ? പൊതുവിനോട് സംസാരിക്കുന്ന ഇതുപോലെയുള്ള പ്രോഗ്രാം അന്യഭാഷയിൽ പാടില്ല. അത് ജനത്തിന് മനസ്സിലാകണം. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും സ്തുതിക്കും അന്യഭാഷ അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു കൊടുത്തപ്പോ പുള്ളി പറഞ്ഞു, എന്നാ ആ പുള്ളിയോട് ഒന്ന് പിടിക്കണമല്ലോ. You know, I proved it from the word of God that you can praise in tongues, you can pray in tongues, you can worship in tongues. But what is forbidden is when you have a setup like this, if a person is constantly speaking in tongues, that is what is forbidden in the scripture. ഞാൻ പറഞ്ഞു, ബ്രദർ പുള്ളിയെ പിടിക്കാൻ പോയാൽ പുള്ളിയുടെ ഇതിന്റെ വലിയ സാധനം ഇരിപ്പുണ്ട്, അതുകൊണ്ട് പുള്ളി ഇനിയും വരികയാണ്, ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. And I told him, don't try to grab him. If he comes to you again, just redirect him to me.
അങ്ങനെ പറഞ്ഞ പിന്നെ വന്നിട്ടില്ല, ആ വിഷയം അവസാനിച്ചു. And that issue was closed. Praise the Lord. Amen. ഇത് പഠിപ്പിച്ചോ മിക്കവാറും എല്ലാം തീർന്നു. People have taught this kind of teaching and everything has come to an end. പെന്തക്കോസ്തിന്റെ ശക്തി ആർക്കും തടയാൻ പറ്റില്ല. Nobody can oppose the power of Pentecost. അപ്പൊ ദിനവൃത്താന്ത പുസ്തകത്തിലെ കാര്യം ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. Let me just tell you about the Chronicles and then I'll end. 7-ാം വാക്യം വായിച്ച്. Verse 7, read it. 2 Chronicles chapter 1 verse 7. അന്ന് രാത്രി മതി, എന്ന് രാത്രി എന്ന് പറയണം. In that night, what night? 1000 യാഗം കഴിച്ച രാത്രി. The night that 1000 burnt offering was offered unto God. ഇനി ബാക്കി വായിച്ചു. Read. മതി. ദൈവം തമ്പുരാൻ അടങ്ങിയിരിക്കുകയല്ലെന്നാ ഞാൻ പറഞ്ഞത്. I am trying to tell you that God is not going to sit still. മോനെ, നീ ഇത്ര യാഗം കഴിച്ചതല്ലേ, നീ ഒരു വിഷയവും പറഞ്ഞില്ലല്ലോ, ഞാൻ എന്നെ അങ്ങ് തരണ്ടേ? Oh son, you have offered so many offerings to me, you haven't asked for anything. What should I do for you? ഒന്നും ചോദിക്കണ്ട. Don't ask for anything. ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കുക. Set apart time for God. കർത്താവ് ചോദിക്കാം, മോനെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, പറ. The Lord is saying, you did not ask for anything, why don't you ask? ഇനി അത് അതിനേക്കാളും വലിയ വിഷയം. That's a bigger issue. ദൈവം തമ്പുരാൻ ചോദിച്ചു, ഏതെങ്കിലും നിന്റെ അത്യാവശ്യമുള്ള കാര്യം ചോദിച്ചോളാൻ പറഞ്ഞു. The Lord asked him, ask for something. ഇന്ന് രാത്രി 12 ആവുമ്പോൾ തമ്പുരാൻ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? If the Lord were to come to us at midnight and said, ask me for something, what would you say? വിശേഷിച്ച് ചെറുപ്പക്കാരൊക്കെ ഒരു ഉത്തരം കണ്ടുവെക്കണം. Young people, make sure that you have an answer ready for the Lord. കർത്താവ് വന്നിട്ട്, മോനെ ടോമി നിനക്ക് എന്നാ വേണ്ട ചോദിച്ചോളാൻ പറഞ്ഞ എന്നാ പറയും? How would you respond if the Lord said, Toby, tell me, what do you want? കർത്താവെ ഒന്ന് ആലോചിച്ചിട്ടേ പറയാൻ പറ്റൂ. Many would say that, Lord, I have to think about it. ചോദിക്കാൻ പഠിച്ചാൽ നല്ലതാ. You need to learn how to ask. ശലോമോൻ ചോദിച്ച ചോദ്യം ഭയങ്കരമായി. You know how Solomon asked? ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ആള് മിടുക്കനാ, അതുകൊണ്ട് ചോദിക്കാത്ത എല്ലാം തന്നേക്കും. The Lord said, you are a smart guy. What you asked and what you did not ask, I'm going to give it to you. ദൈവത്തോട് ചോദിക്കാനും പഠിക്കണം. You have to learn to ask from God. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. We don't know how we ought to pray for. Praise the Lord. Amen. കണ്ണുകളടയ്ക്കാം. Close your eyes. ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? Would you pray for a moment? രണ്ട് കാര്യങ്ങൾ. Two things. ഒന്ന്, One, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല. Lord, I don't know to pray the way I should pray. ആകയാൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. Therefore, I need the help, the aid of the Holy Spirit to pray in the way I ought to pray. ഞാൻ പറയുന്ന വാക്കുകൾ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിത് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവും കിട്ടത്തില്ല. You perhaps cannot comprehend this, what I am trying to say. Unless the Holy Spirit helps us, we cannot understand. വീട്ടിൽ പോയി ശാന്തമായി വിഷയം ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം ചിലർക്ക് ആത്മാവിൽ പ്രാർത്ഥനയ്ക്കുള്ള വരം നൽകാൻ പോകുന്നു. Go home, silently pray for what we were talking about. The Lord is going to grant some of you the gift of praying in the Spirit. ഭൂമിയിൽ ആരാലും അംഗീകരിക്കപ്പെടാത്ത, ആരും അറിയാത്ത വിലപ്പെട്ട ഈ ശുശ്രൂഷയ്ക്കായി ആർ തങ്ങളെ തന്നെ സമർപ്പിക്കും? Who would commit themselves to the Lord for a ministry that would not be recognized, accepted in the world? കണ്ണുകളടച്ച് ഒരു സമർപ്പണം ചെയ്യുമോ? Would you close your eyes and make a commitment tonight? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുന്നു. The Lord is calling you for something very important. അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. There are people who are involved in such a ministry. അതിനെ ഒന്ന് എൻകറേജ് ചെയ്യാൻ പോവുകയാണ്.
And we are going to encourage that tonight. ഇങ്ങനെ കർത്താവിനോട് പറയുക, You ought to say this tonight. കർത്താവേ, ഞാൻ അറിയുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അധികവും പ്രാർത്ഥിക്കുന്നത്. Lord, I have prayed for things that I know about. എനിക്ക് ബന്ധമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നുണ്ട്. I am already praying for things that are related to me. എന്നാൽ ഞാൻ അറിയാത്തതും എനിക്ക് ബന്ധമില്ലാത്തതുമായ വിഷയങ്ങൾ, ദൈവം ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അറിഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ആത്മജ്ഞാനം, നിയോഗം അടിയനെ തരണമേ. Lord, give me the spiritual guidance, the spiritual knowledge to pray for the unknown things, pray for the things that are not related to me, pray for the things that God wants me to pray. അതിനുള്ള ആത്മനിയോഗത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I submit myself for the direction of the Spirit of God. Amen. Hallelujah. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name.